ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സന്തോഷം കൊണ്ട് കരഞ്ഞ മൊമെന്റും ഗുൽമർഗിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ആക്ടിവിറ്റി ആയ സ്നോ ബൈക്കിന്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് കാത്തിരുന്ന വീഡിയോ ആണ് പാർട്ട് 2 വീഡിയോ. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവർ എന്തായാലും അത് കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. ഇഗ്ലൂ കഫേന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്നോ ബൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. കുറച്ചധികം നടക്കാനുണ്ട്, അത് നിങ്ങളെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. ഞങ്ങൾ അധികം നടക്കാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ കുറച്ചധികം കിതച്ചുണ്ടായിരുന്നു അങ്ങോട്ട് എത്താനായിട്ട്. ബ്രോ അയ്യാ റിലാക്സ് അങ്ങനെയല്ല കൂളായിട്ട് നിന്നിട്ട് ഇങ്ങനെ കൈ വീശി സ്പീഡായിട്ടില്ല മെല്ലെ. അയ്യോ പറയണം എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എഫക്ട് ചെയ്യാറുണ്ടോ? എപ്പോഴും തിന്നു നടന്നിട്ടേ ഇത് പണിയെടുക്കാറില്ല, ദേഹനക്കാറില്ല. മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഫോണൊന്നും വിചാരിക്കണ പോലെയല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആയി പോകും. 100% 0 ആവാൻ വെറും 20 മിനിറ്റ് മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. കാരണം അത്രയും എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിന് അത് അത്രയും പറ്റണമെന്നുമില്ല. നന്നൊക്കെയാണ് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ കൊടുക്കണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രോ കുഴപ്പമില്ല കഞ്ച് സാഫ്രോൺ മിക്സ് ചെയ്തിട്ടുണ്ട്. വേണോ എന്തായാലും ഒന്നും പറയണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നല്ലേ. അവരെണ്ണ മതിയാ വേണ്ടന്നല്ലോ, പൈസ വേണ്ടെന്നല്ലോ പറഞ്ഞേ. ഷാള് പൈസ എന്തായാലും വേണമെന്ന് കള്ളൻ. ഫോൺ സ്വിച്ച് ഓഫാ. നന്നായിട്ട് ആള് പൈസ ഉണ്ടാക്കണ്ടാ, നിറച്ച് പൈസ ആളെ കയ്യില്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ വേണ്ടെന്ന് പറഞ്ഞ ആളാ. നമുക്ക് ഇഷ്ടപ്പെടാൻ ചെയ്തില്ല, പൈസ കൊടുക്കേണ്ടി വന്നു. ഞാൻ ഈ സീന് മുമ്പ് GOT-യില്ലേ നമ്മളെ ഗെയിം ഓഫ് ത്രോൺസ് അതിലാണ് കണ്ടിട്ടുള്ളത്. കിതച്ച് വയ്യണ്ടായി, കിതച്ച് വയ്യണ്ടായി, ബ്രീത്ത് കിട്ടൂലേ. അതെ ഒരു 5 മിനിറ്റ് ചെയ്യണം സംസാരിക്കാം. സെറ്റായി മിഷബ്രോ പറഞ്ഞ് ചുപ്ര പോന്ന് സംസാരിക്കാം. പക്ഷെ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഗൈസ് നോക്കി, ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ വിടാണ്ടിരിക്കുക. നമ്മളിനി എങ്ങോട്ടാ ബ്രോ പോണേ? സ്നോ ബൈക്ക് ഉണ്ടായിരുന്നു. ഗുൽമർഗിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിലൊരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റി ആണ് അവിടുത്തെ സ്നോ ബൈക്ക് എന്നുള്ളത്. കിടിലം ഫീലാണ്. സ്നോ ബൈക്ക് ഒരു യൂണിയന്റെ അണ്ടറിലാണ്, അതുകൊണ്ട് തന്നെ റേറ്റ് കുറയാൻ അത്ര ചാൻസ് ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ ബാർഗെയിൻ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അവർ റേറ്റ് കുറയ്ക്കുന്നുണ്ടാവുക. ഗൈസ് അങ്ങനെ നമ്മള് സ്നോ ബൈക്ക് ഓടിക്കാൻ പോവാണ്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? Ashraf bhai. You are from Kashmir. You are from Kashmir? Yeah. Hi, we are from Kerala. Yeah. Nice to meet you. Good, nice. So let's start. Let's start. Okay. Hi bro, let's move. Yeah, move. സ്നോ ബൈക്കിൽ പോകുമ്പോൾ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണല്ലേ സത്യം പറഞ്ഞാൽ. ഈ ഒരു കാഴ്ച എത്ര ഡിസ്ക്രൈബ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അതവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് കറക്റ്റ് ഫീൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഒരു രക്ഷയില്ലാത്ത ഫീലായിരുന്നു. ഓരോ സെക്കൻഡും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഇതൊക്കെ ഞാൻ സിനിമയിലും സീരീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതെന്റെ ജീവിതത്തിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യണം, എല്ലാവരും ഇതുപോലെ എൻജോയ് ചെയ്യണം. എന്നാൽ മാത്രം നമ്മൾ ജീവിച്ചിരിക്കണേന് അർത്ഥമുള്ളൂ. അപ്പൊ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഞാനാണെങ്കിൽ ക്യാപ്പ് ഇട്ടിട്ടില്ല, നെറ്റ് വെയർ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ശരിക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല. എന്നാലും ഞാൻ അത്രയ്ക്ക് ഭ്രാന്തനായോണ്ടാ. ഹായ്, സോ ഐ ആം ഗോയിങ് ടു റൈഡ്. ഗൈസ് ഇനി ഞാനാണ് ഇത് ഓടിക്കാൻ പോണത്. What? Tea, coffee, Maggi, Oh, hot chocolate, very full stomach pain. How to start is accelerator. Yeah. This is a brake. Yeah. You just start. Yeah. Yeah. അങ്ങനെ ഗുൽമർഗിലെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കേബിൾ കാറിൽ നമ്മൾ കാറിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വണ്ടി നൈസായിട്ട് ആരോ പണി തന്നത്.
കാറിൻ്റെ അവസ്ഥ നോക്കി, ഹെവി സ്നോ ആട്ടോ, ഹെവി സ്നോ. ഒരു രക്ഷയില്ല, കാറ് ഫുള്ള് മൂടി. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ചെറുതായിട്ട് പണി കിട്ടി ഗൈസ്. നമ്മുടെ ടയറിൻ്റെ എയർ ആരോ അയച്ചിട്ട് അങ്ങനെ കഴിഞ്ഞൊരു മണിക്കൂറിനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ടൂറിസ്റ്റുകളും പോയി, തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറൊക്കെ സീനാണ്, ഉള്ളിലൊക്കെ സ്നോ. എനിക്കിത് സന്തോഷം പറയട്ടെന്ന് അറിയില്ല. നമ്മളെ യൂട്യൂബ് ചാനൽ 500K ഫാമിലി ആയൊക്കെയാണ്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ കൂടെയുള്ള ഇബു, അംജദ് ആരുമില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യണതിൽ കാര്യമില്ലല്ലോ. പക്ഷെ നമ്മളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെള്ളക്കൊമ്പൻ ഇതാ കേക്കായിട്ടാണ് കഴിച്ച് എത്തിയിട്ടുള്ളത്. വെള്ളക്കൊമ്പൻ, ഞാൻ എങ്ങനെയാണ് ഇതിന് താങ്ക്സ് പറയണ്ടേന്ന് എനിക്കറിയില്ല. അയ്യോ താങ്ക് യു. പക്ഷെ എന്താ വെച്ചാൽ പുള്ളി സർപ്രൈസ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ വെള്ളക്കൊമ്പൻ ഫുള്ള് സർപ്രൈസ് ആണ്. അപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് കേക്കിന് മുകളിൽ ഞങ്ങൾ അറിയാണ്ട് കേക്ക് വെച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. ബാഗും സാധനങ്ങളൊക്കെ വെച്ചിട്ട് കേക്ക് ഇങ്ങനെ ആയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല അല്ലേ. കാശ്മീർ ഗുൽമർഗിൽ വെച്ച് കേക്ക് മുറിക്കുക, -4 ഡിഗ്രിയിൽ കേക്ക് മുറിക്കുക. അതിന് സ്നോഫോളിൽ കേക്ക് മുറിക്കുക. നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. ഹെവി സ്നോയിലാണ് നമ്മള് വെള്ളക്കൊമ്പന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ജിപ്സിയുടെ മുകളിൽ വെച്ചിട്ട് നമ്മള് കേക്ക് മുറിക്കാൻ പോണത്. താങ്ക് യു ബ്രോ. ഹലോ, ആദ്യമായിട്ടാണ് ഇത്ര ഹെവിയിൽ നിന്നിട്ട് വ്ളോഗ് ചെയ്യണ തന്നെ. ആദ്യമായിട്ടാണ് ഇത്ര ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യണ തന്നെ. ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആണ്. എവിടെ വെച്ചില്ലെങ്കിലൊക്കെ സന്തോഷമാണ് ബ്രോ. കാരണം ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമാണ് ബ്രോ തന്നത്. ഇതെപ്പോ വെച്ചതാ? മറ്റേ ഹോട്ടലിൽ കഴിയുന്നാ പടച്ചോനെ. നമ്മളെ കൂടെ കുറച്ച് പേര് കേക്ക് മുറിക്കാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹായ് ബ്രോ, വാട്ട്സ് യുവർ നെയിം? Muhammad Imran Khan. You are from Gulmarg. Yes. What about you? Pir Sajjad Iqbal. You are from Tangmarg Ferozpura. Okay. അപ്പോ നമ്മളെ കൂടെ കേക്ക് മുറിക്കാൻ ആരുമില്ലാന്ന് വിചാരിച്ചപ്പോ ഇവര് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ബ്രോ. നമുക്കപ്പോ മുറിച്ചാലാ? കേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാന് 1 lakh ഫാമിലി ആയപ്പോഴും പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴും ഒന്നും നമ്മള് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. 500K ഫാമിലി ആയപ്പോഴാണ് നമ്മൾ കേക്ക് മുറിക്കുക. അത് ഞാനല്ല, എന്നെ സർപ്രൈസ് ചെയ്തിട്ട് ട്രിപ്പ് മാംഗോന്റെ വെള്ളക്കൊമ്പനാണ് നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് തന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നോഫോളിന്റെ ഒപ്പം തന്നെ കേക്കും മുറിക്കണത് വലിയൊരു കാര്യമാണ്. ഇത് ഫസ്റ്റ് അപ്പൊ നമുക്ക് വെള്ളക്കൊമ്പൻ തന്നെ കൊടുക്കാം. നമുക്ക് ഇത് താങ്ക് യു ബ്രോ. ഓയ്സേ താങ്ക് യു. നമുക്ക് ഇവർക്കൊക്കെ കൊടുക്കാം. എന്താ നമ്മളൊപ്പം കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. You are Muslim? Yeah. Yes. We are humans. Thank you for joining with us. Thank you. കയ്യൊക്കെ മരവിച്ച് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആട്ടാ. ലൈഫിൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്തൊരു കേക്ക് മുറിയും മാറി. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര സന്തോഷമുണ്ട്. അയ്യോ ഓക്കെ, നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്ത് രസാ. രാത്രിയാ തോന്നുന്നു ഇതിന്റെ രസം. കറക്റ്റ് ഒരു രക്ഷയില്ല. എനിക്ക് തൊണ്ടക്കൊരു സീൻ കിട്ടിയോന്നൊരു സംശയമുണ്ട്. ചുമയ്ക്കുമ്പോ ഒക്കെ ഭയങ്കര വേദന ഉണ്ട്. അപ്പൊ ഞാന് തല ഒന്നും കവർ ചെയ്തിട്ടില്ല. മരവിക്കുണ്ടല്ലേ എന്റെ കൈ. അതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊരിയൊക്കെയാണ്. തലയിൽ കറക്റ്റ് സ്നോ വീഴുമ്പോ സീനാണ്. പിന്നെ നമ്മളെ ടയർ ശരിയാക്കണം. പിന്നെ കുറച്ച് സീന്, പക്ഷെ കുറച്ച് സീനും കുറച്ച് സന്തോഷം. അതാണല്ലോ ജീവിതം അല്ലേ വയസ്സേ? നമുക്ക് ഏറ്റവും കൂടുതൽ കാശ്മീർ ട്രിപ്പ് നെക്സ്റ്റ് ലെവലാണ്. തണുക്കണ്. -3 -4 ഒക്കെയാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. രാത്രി നെക്സ്റ്റ് ലെവലാണ് ഗുൽമർഗിലെ എക്സ്പീരിയൻസ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? Your name? Shaukat Ahmed. And what is his name? Bashir Ahmed. Hi bro. Hi. Nice to meet you. Happy birthday. It's not my birthday.
our YouTube channel hit 5 lakh family. Okay, welcome. Okay, so that. Okay, thank you. അവസാനം ഗൈസ് നമുക്ക് പമ്പ് കിട്ടിയൊക്കെയാണ്. ട്രാവൽ കോമ്പന്റെ ആരോ ഹെൽപ്പ് ചെയ്തതാണ്. അയ്യോ താങ്ക് യു ആരായാലും. അല്ല You see. എന്താ ബ്രോ സെറ്റായി വരുന്നുണ്ടോ? അതായത് ഇവിടെ വരെ ഉണ്ടായിരുന്ന ഫ്ലാറ്റ് ആയിട്ട് കയറി കയറിയോണ്ട് കുറച്ച് മുകളിലോട്ട് ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് അല്ലേ? അപ്പൊ ആരെങ്കിലും അഴിച്ചു വിട്ടതായിരിക്കോ? സാധ്യത കൂടുതലാണ്. ചിലപ്പോ നമ്മൾ ഗേറ്റിന്റെ ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്തോണ്ടാവണം, എന്താന്നറിയില്ല. ചിലപ്പോ അസൂയ കൊണ്ടാവണം. ഈ വണ്ടി റയറാണ്, മിലിറ്ററിക്കാരിലൊക്കെ ഉള്ളു, അതുകൊണ്ടൊക്കെ ആവണം, എന്താന്നറിയില്ല. നമുക്ക് പണി തന്നു, പക്ഷെ നമ്മളത് ഹെൽത്തി ആയിട്ട് അവരൊന്നും തിരിച്ചൊന്നും പറയണില്ല അല്ലേ, കാരണം അവരില്ലെങ്കിൽ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ വോയിസേ? അല്ല അവരുള്ളോണ്ടല്ലേ ഇപ്പൊ ഇത്രയും നല്ല സ്നോഫോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ പോകൂലേ? എന്തായി ബ്രോ? കളിച്ചു തന്നെയാണ്. എങ്ങനെ മനസ്സിലായി? ഇപ്പൊ ഇതെടുത്തപ്പോ ഓട്ടോമാറ്റിക് Now the problem you go just quickly down. Okay. फिर मुश्किल हो जाएगी. उधर तक मुझे लिफ्ट दे दो उधर. അപ്പൊ ആരോ പണി തന്നാ ഉറപ്പാ? അപ്പൊ ഇനിയും എയർ പോവോ? ഞാൻ തൽക്കാലത്തിന് ടോപ്പ് ഇട്ട് വെച്ചിട്ട് നമുക്ക് പോവാം. സ്നോദ കളഞ്ഞോണ്ടിരിക്കണ്. അങ്ങനെ ജീവിതത്തില് ഒട്ടും പ്ലാൻഡ് അല്ലാത്തയും ഒട്ടും വിചാരിക്കാത്ത ഒരു അഡ്വഞ്ചർ കൂടി ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. രാത്രി സമയത്ത് ഗുൽമർഗ് ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ചത്ത് വേണ്ട ക്ലൈമറ്റ് കേട്ടോ, എന്ത് തണുപ്പാന്നറിയോ. രാത്രി സമയത്ത് നമുക്ക് കറക്റ്റ് കണ്ണ് കാണില്ല. അത് മാത്രമല്ല പെട്ടെന്ന് സ്നോഫോൾ, ഹെവി സ്നോഫോൾ ആണ്. ചെറുതായിട്ട് ബ്രേക്ക് പിടിച്ചാൽ പോലും വണ്ടി അങ്ങോട്ട് കറങ്ങിപ്പോവും. നമ്മളെ പമ്പരൊക്കെ കറങ്ങണ പോലെ കറങ്ങിപ്പോവും. അതാണ് കാറിന്റെ അവസ്ഥ കേട്ടോ. നമ്മള് ഗുൽമർഗിലെത്തി. നമ്മളെ ടയറിന് വലിയൊരു സീൻ കാണുന്നില്ല, ടയറൊന്നും പോണില്ല എന്നാണ് അതിന്റെ അവസ്ഥ. നമ്മള് പിന്നെയും ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ എവിടെയല്ല, നമ്മൾ രാവിലെ വന്നിട്ടുള്ള സേഫ് റെസ്റ്റോറൻറ്റ്. നമ്മൾ രാവിലെ കഴിച്ചിട്ട് എനിക്ക് അത്രയേ ഇഷ്ടപ്പെട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടാമത് ഒന്നും കൂടി കഴിച്ചിട്ട് ഇവിടുന്ന് പോകാന്ന് വിചാരിച്ചു. താരിഖ് ഭായ് കിഡിലെ സർവീസാണ്. ഫീൽ ആട്ടോ, ഒരു രക്ഷയില്ല. ഇതൊരു വേറെ തന്നെ സുഖം അല്ലേ? നമ്മൾ റൂമിൽ ഹീറ്ററൊക്കെ ഇട്ട് കിടന്നുണ്ടല്ലോ, ഒരു ഈ തണുപ്പിലൊക്കെ പോകുമ്പോൾ ഒരു 5 സെക്കൻഡ് നാട്ടിൽ പോയിട്ട് വന്നാലോ ഇങ്ങനെ അത് എന്റെ ഡിഫറൻറ്റാ. നമ്മൾ പിന്നെ ആ ബട്ടർ ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്, കാരണം നമുക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ്. ആരായാലും നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരായാലും ഗുൽമർഗിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണം കേട്ടോ. ടേസ്റ്റ് പോവോ? രാവിലത്തെ ടേസ്റ്റ് ഉണ്ടാവോ? അറിയില്ല, കണ്ടിട്ട് എന്താവുന്നേ? കണ്ടിട്ട് കൂടും എന്ന് വിശ്വസിക്കാം. കൂടുന്ന എന്ത് റിച്ച് ആയിട്ടുള്ള കറിയാലേ. ഞാൻ വീഡിയോ എടുക്കണ ആദ്യം മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങി. ഒരു രക്ഷയില്ലാട്ടോ. നമ്മൾ രാവിലെ വന്നപ്പോഴും എനിക്ക് അത്രയും ഇഷ്ടമായി. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സർവീസ് ആയാലും നെക്സ്റ്റ് ലെവലാണ് കേട്ടോ. ഫുഡ് ഒരു രക്ഷയില്ല, പോളീസാലും. ഒരുപാട് പേര് നമ്മളിത് പറഞ്ഞു കാശ്മീരിൽ ശ്രീനഗറിൽ മാത്രം നല്ല ഫുഡുള്ളൂ. വെറും തെറ്റിദ്ധാരണയാണ്. താങ്ക് യു ബ്രദർ, വണ്ടർഫുൾ എക്സ്പീരിയൻസ്, നൈസ് ഫുഡ്. നമ്മൾ വണ്ടിയിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ് കേട്ടോ. കാശ്മീരിലെ ഗുൽമർഗ് എന്നുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരിക്കലും നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല. കാരണം അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ ഓരോ മൊമെന്റും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പ്രോപ്പർട്ടി നെക്സ്റ്റ് ലെവലാട്ടാ. അങ്ങോട്ടുള്ള വഴിയാണിത്. ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണ പ്രോപ്പർട്ടി. പുള്ളി ഹൈപ്പ് വരുന്നില്ല, പക്ഷെ താരിഖ് ബ്രോ എന്റെ അടുത്ത് പറഞ്ഞതേ വൺ ഓഫ് ദ ബെസ്റ്റ് എന്നാണ്. ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ കൊടുക്കുന്നതിനെക്കാളും അവർ വന്ന എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ ആട്ടാ. എന്തായാലും പ്രോപ്പർട്ടിയുടെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇന്ന് ചെയ്യണില്ല, ഇനി വയ്യ, ഞാൻ റൂമിൽ പോയി എടുക്കട്ടെ. ഓക്കെ, പെട്ട പ്രോപ്പർട്ടിയാണ്. എന്തായാലും വെയിറ്റ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് വാട്ടർഫോൾസ് ഉണ്ട്, ഫുൾ ടൈം സ്നോഫോൾ, നെക്സ്റ്റ് ലെവലാണ് പ്രോപ്പർട്ടി. അത്ര ഞാൻ ഇപ്പോൾ പറയണുള്ളൂ. ബാക്കി കറക്റ്റ് റിവ്യൂ ആയിട്ട് നാളെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കാശ്മീരിലെ വിശേഷങ്ങൾ നിന്നിട്ടില്ല. ഒരുപാട് ഫുഡ് സ്പോട്ടും ഒരുപാട് സ്ഥലങ്ങളും നമ്മൾ കാശ്മീർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ